ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. മെയ് 10 വെള്ളിയാഴ്ച അക്ഷയ തൃതീയ. തൃതീയ തിഥി തുടങ്ങുന്നത് മെയ് 10 രാവിലെ 4:17 അവസാനിക്കുന്നത് മെയ് 11 വെളുപ്പിന് 2:50. അന്നത്തെ ദിവസം മറ്റൊരുപാട് പ്രത്യേകതകളുണ്ട്. അതിലൊരു പ്രത്യേകതയാണ് കേരളത്തിലൊക്കെ ബലരാമ ജയന്തിയായിട്ടാണ് ആചരിക്കുന്നത്. എന്നാൽ ഉത്തരേന്ത്യയിൽ പരശുരാമ ജയന്തിയായിട്ടാണ് ആഘോഷിക്കുന്നത്. അതായത് മഹാവിഷ്ണുവിൻ്റെ 6ാമത്തെ അവതാരമായ പരശുരാമ ജയന്തിയായിട്ടാണ് വടക്കേ ഇന്ത്യയിൽ ആചരിക്കുന്നതെങ്കിൽ കേരളത്തിലെ ബലരാമ ജയന്തിയായിട്ട് ആചരിക്കുന്നുണ്ട്. അതായത് മഹാവിഷ്ണുവിന് വളരെ പ്രത്യേകതയുള്ള ദിവസമാണ് എന്ന് അർത്ഥം. ഭൂമിയിലെ വിഭവങ്ങളൊക്കെ കൊള്ള ചെയ്തിരിക്കുന്ന രാജാക്കന്മാർ തങ്ങളുടെ കർത്തവ്യങ്ങളൊക്കെ മറന്നുകൊണ്ട് ഇങ്ങനെ ഒരുപാട് ദുഷ്ടപ്രവർത്തികളൊക്കെ ചെയ്തപ്പോൾ ഭൂമിയുടെ ഭാരം കുറയ്ക്കുന്നതിന് വേണ്ടി അവരെ ഉന്മൂലനാശനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മഹാവിഷ്ണുവിൻ്റെ 6ാമത്തെ അവതാരമായ പരശുരാമൻ ജനിച്ചത്. അദ്ദേഹത്തിന് അമരത്വമാണ്, മരണമില്ല എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഒരേ സമയം 2 മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളെ കണ്ടുമുട്ടി. അതായത് മഹാവിഷ്ണുവിൻ്റെ ഒരു അവതാരമാണ് പരശുരാമൻ, മറ്റൊരു അവതാരമാണ് ശ്രീരാമൻ. ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്നുണ്ട്. അങ്ങനെ ഒരു പ്രത്യേകതയും പരശുരാമനുണ്ട്. അദ്ദേഹത്തിന് അമരത്വമാണ്. അതേപോലെ തന്നെ ഭഗവാന്റെ 10ാമത്തെ അവതാരമായ ശ്രീ കൽക്കിയുടെ ആയോധന ഗുരുവാണ് പരശുരാമൻ. പരശുരാമൻ്റെ ശിഷ്യനായിട്ടാണ് ശ്രീ കൽക്കി അവതരിക്കുന്നത്. അത് കൽക്കി പുരാണത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അത്രയും പ്രത്യേകതയുള്ള ഒരു ദിവസമാണ് അക്ഷയ തൃതീയ. അതുപോലെ തന്നെ മറ്റു പ്രത്യേകതകളെന്ന് പറയുന്നത് വ്യാസമുനി ഗണപതി ഭഗവാനെ മഹാഭാരതം വ്യാസഗുഹയിലിരുന്ന് പറഞ്ഞു കൊടുത്ത ദിവസമാണ് ഈ ദിവസം. അക്ഷയ തൃതീയ ദിവസമാണ് പറഞ്ഞു കൊടുത്തതെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ദ്രൗപദിക്ക് അക്ഷയപാത്രം സൂര്യദേവൻ സമ്മാനിച്ച ദിവസമാണ് അക്ഷയ തൃതീയ എന്നും പറയുന്നുണ്ട്. മറ്റൊരു കാര്യം പറയുന്നത് ഗംഗാദേവി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ആ ദിവസം മഹാദേവൻ്റെ ജടയിലേക്ക് വന്നിട്ട് അവിടുന്ന് ഭൂമിയിലേക്ക് പതിച്ച ദിവസമാണ് എന്തെന്ന് പറയുന്നത് അക്ഷയ തൃതീയ ദിനത്തിൽ അന്നാണ് പതിച്ചതെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ സുധാമാവിന് അളവില്ലാത്ത സമ്പത്ത് ഭഗവാൻ ദാനം ചെയ്തത് ഈ ദിവസമാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു അക്ഷയ തൃതീയ ദിനത്തിലാണ് ശ്രീ ശങ്കരാചാര്യർ ആ സാധു സ്ത്രീയുടെ വീട്ടുമുറ്റത്ത് നിന്ന് കനകധാരാ സ്തോത്രം ചൊല്ലുകയും അപ്പോൾ ആ സ്ത്രീയുടെ ദാരിദ്ര്യം മാറുന്നതിന് വേണ്ടിയിട്ട് സ്വർണ്ണ നെല്ലിക്കകൾ വർഷിച്ചു. അതൊക്കെ കഥകളൊക്കെ നമുക്കറിയാം. അതും ഒരു അക്ഷയ തൃതീയ ദിനത്തിലാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ രോഹിണി വ്രതം വരുന്നത് അക്ഷയ തൃതീയ ദിനത്തിലാണ്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് 10 മഹാവിദ്യാദേവതകളുണ്ട്. അതിൽ 9ാമത്തെ വിദ്യാദേവതയാണ് മാതങ്കി. സരസ്വതി ദേവിയെ പോലെ തന്നെയാണ് മാതങ്കി ദേവിയും. സംഗീതം, അറിവ്, കലകൾ, അങ്ങനെയുള്ള അതുപോലെ തന്നെ ഈ വാഗ്ദേവത, സംസാരം, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾക്ക് വളരെ അഭിവൃദ്ധി നൽകുന്ന ദേവതയാണ് മാതങ്കി ദേവി. അതുകൊണ്ട് തന്നെ താന്ത്രിക സരസ്വതി എന്നാണ് ഈ ദേവി അറിയപ്പെടുന്നത്. അതായത് താന്ത്രിക വിദ്യകൾ പരിശീലിക്കുന്നവർ മാതങ്കി രൂപത്തിലാണ് ദേവിയെ ആചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മാതങ്കി ജയന്തിയും അന്നത്തെ ദിവസമാണ് വരുന്നത്. അപ്പോൾ ഒരുപാട് പ്രത്യേകതകളുള്ള ദിവസമാണ് ഈ അക്ഷയ തൃതീയ ദിനം, അതായത് മെയ് 10. ഇനി അന്ന് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് കാര്യം തുടങ്ങുന്നതിനും വളരെ വിശേഷപ്പെട്ട ദിവസമാണ് അക്ഷയ തൃതീയ. നമുക്ക് പുതുതായിട്ടൊരു കാര്യം നാമം ചെല്ലാൻ തുടങ്ങുന്നു, അതിനും വളരെ വിശേഷമാണ്. ഇനി എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കാൻ നമുക്ക് അതിന് വളരെ നല്ല ദിവസമാണ്. അതുപോലെ തന്നെ പഠനം തുടങ്ങുന്നതിന് അതിന് വളരെ വിശേഷമാണ്. എന്ത് കാര്യം, ഒരു ബിസിനസ് തുടങ്ങുന്നതിന് അതിനുമൊക്കെ വളരെ വിശേഷമാണ്. പ്രത്യേകിച്ച് മുഹൂർത്തങ്ങൾ പോലുമില്ല, അത്രത്തോളം ഏത് സമയവും വളരെ വിശേഷമാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രത്തോളം വിശേഷമാണ് ഈ അക്ഷയ തൃതീയ ദിനം. അതുപോലെ തന്നെ നമ്മൾ എല്ലാ സ്വർണ്ണക്കടകളും ഒക്കെ ഇപ്പോൾ അല്ലെങ്കിൽ ബാങ്കുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സ്വർണ്ണ വിൽപ്പന അക്ഷയ തൃതീയ ദിനത്തിൽ നടത്തുന്നുണ്ട്. അതായത് നമുക്കൊരു വിശ്വാസമാണ് അന്നത്തെ ദിവസം എന്തെങ്കിലും ഇതുപോലുള്ള സാധനങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായി ഒരു ഐശ്വര്യം ഉണ്ടാകുമെന്ന്. ശരിയാണ്. ഇപ്പോൾ നമ്മൾ അതിനൊരു സൈക്കോളജിക്കൽ ഒരു പോയിൻ്റ് ഉണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ എല്ലാ വർഷവും അക്ഷയ തൃതീയ ദിനത്തിൽ 1 ഗ്രാമിൻ്റെയെങ്കിലും ഒരു ആഭരണം മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പിറ്റേ തവണയും നമ്മുടെ മനസ്സിലേക്ക് എന്തുണ്ടാവും, എങ്ങനെയെങ്കിലും 1 ഗ്രാമിൻ്റെ സ്വർണം അന്ന് മേടിക്കണം എന്നൊരു തോന്നൽ നമുക്കുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചിട്ടിയോ എന്തെങ്കിലുമൊക്കെ തുടങ്ങി അപ്പോൾ നമുക്കൊരു ഇൻസ്പിറേഷനാണ് അവിടെ തരുന്നത്. എല്ലാ വർഷവും അത് ചെയ്യണം. അപ്പോൾ അങ്ങനെ എങ്കിലും കുറേ ആളുകളത് മേടിക്കും. അങ്ങനെയുള്ള ഒരുപാട് ആളുകളെ നമുക്കറിയാം. കാരണം
അടുത്ത വർഷം അവർ മേടിക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ കാത്തിരിക്കും, കുറേശ്ശെ ധനം സ്വരൂപിച്ചുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം മേടിക്കാൻ ഉദ്ദേശിക്കുന്നവർ പിറ്റേ വർഷവും മേടിക്കുന്നവർ. കാരണം അതൊരു മാനസികമായ ഒരു പ്രവണതയാണ് അതങ്ങനെ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമുക്കപ്പോൾ അതിലൂടെ നമുക്ക് ധനം സമ്പാദനമാണ് വരുന്നത്. അപ്പോൾ അതും വളരെ വിശേഷമാണ്. അക്ഷയ തൃതീയ ദിനത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ മേടിക്കുന്നത് വളരെ വിശേഷമാണ്. അത് നമുക്ക് വളരെ ഐശ്വര്യത്തെ പ്രദാനം ചെയ്യും. പ്രത്യേകിച്ച് സ്വർണ്ണമെന്ന് പറയുന്നത് മഹാലക്ഷ്മിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ വിശേഷമാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ദാനം ചെയ്യണമെന്നാണ് പറയുന്നത്. നമ്മൾ മേടിക്കുക മാത്രമല്ല, നമ്മൾ ദാനവും കൂടി ചെയ്യണമെന്നാണ് പറയുന്നത്. ദാനം കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അളവല്ലാത്ത സമ്പത്ത് നമുക്ക് ഭഗവതി അല്ലെങ്കിൽ ഭഗവാൻ തരുമെന്നാണ് പറയുന്നത്. അപ്പം ദാനം ചെയ്യാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരി ദാനം ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. വളരെ വിശേഷമാണ് അരി ദാനം ചെയ്താൽ. അതുപോലെ ഉപ്പ് ദാനം ചെയ്താൽ വളരെ വിശേഷമാണെന്ന് പറയുന്നുണ്ട്. നെയ്യ് ദാനം ചെയ്യാം, തണ്ണിമത്തൻ ദാനം ചെയ്യാം, കരിമ്പ് ദാനം ചെയ്യാം, പഞ്ചസാര ദാനം ചെയ്യാം, മാമ്പഴം, പച്ചക്കറികൾ, എള്ളെണ്ണ, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ, മഞ്ഞ വസ്ത്രം, ഇതൊക്കെ ദാനം ചെയ്യുന്നതിന് വളരെ വിശേഷമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ ഒരു മഞ്ഞപ്പട്ട് ഒക്കെ മേടിച്ചു കൊടുത്ത് തൊഴുന്നത് വളരെ വിശേഷമാണ്. നമ്മുടെ വീട്ടിൽ പാവപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരോ അതല്ലെങ്കിൽ തൊട്ടടുത്ത് നമുക്ക് പരിചയമുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ച് അരിയായിട്ടോ അതല്ലെങ്കിൽ കുറച്ച് പച്ചക്കറികളായിട്ടോ ഒക്കെ മേടിച്ച് കൊടുക്കുന്നത് വളരെ വിശേഷമാണ്. അന്നത്തെ ദിവസം അവരെ ഒന്ന് കാണാൻ പോയിട്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിച്ച്, ഇപ്പോൾ തണ്ണിമത്തൻ പോലുള്ള ഫ്രൂട്ട്സൊക്കെ മേടിച്ച് കൊണ്ട് കൊടുക്കുന്നത് വളരെ വിശേഷമാണ്. അപ്പോൾ അതൊക്കെ ചെയ്യുക. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കുറച്ച് മതിയല്ലോ. നമുക്ക് എന്താണോ നമ്മൾക്ക് പറ്റുന്നത്, നമ്മുടെ സാഹചര്യത്തിനനുസരിച്ചിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ വിശേഷമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. അതുപോലെ തന്നെ ഭഗവാൻ നാരായണനെയും മഹാലക്ഷ്മിയെയും വിളിച്ച് പരമാവധി സമയം പ്രാർത്ഥിക്കുക. അതാണ് ചെയ്യേണ്ടത്. ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയ ഏറ്റവും ഉത്തമമായ സമയമെന്ന് പറയുന്നത്, അതായത് അക്ഷയ തൃതീയ പൂജാ മുഹൂർത്തമുണ്ട്. ആ സമയത്ത് നമ്മൾ കനകധാരാ സ്തോത്രം ജപിക്കുന്നതും അതുപോലെ തന്നെ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും മഹാലക്ഷ്മി സ്തോത്രങ്ങൾ ജപിക്കുന്നതും ഒക്കെ വളരെ വിശേഷമാണ്. അപ്പോൾ അതിന് ഓരോ സമയമുണ്ട്. അതിന് പൂജാ മുഹൂർത്തം എന്ന് പറയുന്നത്. ആ മുഹൂർത്തത്തിൽ നമ്മൾ നാമം ചൊല്ലിയാൽ നമുക്ക് അളവറ്റ തരത്തിലുള്ള നമുക്ക് ഐശ്വര്യം ഉണ്ടാകുമെന്നാണ്. കാരണം നമ്മളിപ്പോൾ ഏകാദശിക്കൊക്കെ നമുക്ക് സമയമുണ്ടല്ലോ പാരണ വീടുന്നതിന്. അതേപോലെ തന്നെ അക്ഷയ തൃതീയയ്ക്ക് പൂജാ മുഹൂർത്തമുണ്ട്. അത് ഓരോ സ്ഥലങ്ങളിലും വ്യത്യസ്തമാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ ഇടാം പൂജാ മുഹൂർത്തം. ആ സമയത്ത് നമ്മൾ കനകധാരാ സ്തോത്രം ജപിക്കുന്നത്, അതേപോലെ തന്നെ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത്, വിഷ്ണു സഹസ്രനാമാവലി ജപിക്കുന്നത് ഒക്കെ വളരെ വിശേഷമാണ്. മഹാലക്ഷ്മി സ്തോത്രങ്ങൾ ജപിക്കുന്നത്, ഇതൊന്നുമില്ലെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന നാമം ജപിക്കുന്നതൊക്കെ വളരെ വിശേഷമാണ്. അപ്പോൾ അത് രാവിലെ മുതൽ കുറച്ച് സമയമുണ്ട്. അപ്പോൾ ആ സമയത്ത് എപ്പോഴെങ്കിലും നമ്മൾ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ വിശേഷമാണ്. ഇനി അതും പറ്റുന്നില്ലെങ്കിൽ ആ സമയത്ത് ഓഫീസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇരുന്നിട്ടായാലും ഈ സമയം നോക്കിയിട്ട് നമുക്ക് ജപിക്കാം. വളരെ വിശേഷമാണ് ആ സമയത്ത് വിളിക്കുന്നത്. ആ സമയത്ത് നാമം ചൊല്ലിയാൽ നമുക്ക് വളരെ ഫലത്തെ പ്രദാനം ചെയ്യുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അപ്പോൾ അത് ഞാൻ ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ വീഡിയോ ഇടാം. ഇത് കഴിഞ്ഞതിന് ശേഷം തന്നെ വീഡിയോ ഇടാം. ഓരോ സ്ഥലങ്ങളിലും വ്യത്യാസമുണ്ട്. ആ സമയത്ത് നമ്മൾ വിളക്ക് കത്തിച്ച് നാമം ചൊല്ലുക. പ്രത്യേകിച്ച് വിളക്ക് കത്തിക്കാൻ പറ്റുന്നവരാണെങ്കിൽ 5 തിരിയിട്ട് നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ വിശേഷമാണ്. അതല്ലെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് 5 തിരിയിട്ട് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ വിശേഷമാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ വൈശാഖ മാസം തുടങ്ങുന്നു. ഇന്ന് മുതൽ, അതായത് 9-ാം തീയതി മുതൽ വൈശാഖ മാസം തുടങ്ങുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ പരമാവധി സമയം നാമം ചൊല്ലുക. കാരണം ശ്രീഹരി വിഷ്ണുവിന് വളരെ പ്രിയപ്പെട്ട മാസമാണ്. അതുപോലെ തന്നെ നാമം ചെല്ലുന്നതിനോടൊപ്പം തന്നെ ഒരു നോട്ട് ബുക്ക് മേടിച്ച് വെച്ചിട്ട് നാമം പകർത്തി എഴുതുക. അതായത് ഒരു നോട്ട് ബുക്ക് മേടിക്കുക. എന്നിട്ട് നമ്മൾ ഈ പറ്റുന്ന സമയങ്ങളിലൊക്കെ തന്നെ ഇപ്പം ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ആണെങ്കിൽ അതൊരു 108 തവണ എഴുതുക. അതല്ലെങ്കിൽ നാരായണീയം പകർത്തി എഴുതുക. അതല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമം പകർത്തി എഴുതുക. അതൊക്കെ വളരെ വിശേഷമാണ്. പ്രത്യേകിച്ച് വാതരോഗങ്ങളൊക്കെ മാറ്റുന്നതിന്, കൈവിറയലുകൾ, രക്തസംബന്ധമായ ഈ ഞരമ്പുകൾ കൂടി രക്തഓട്ടം കുറഞ്ഞിട്ടുള്ള അസുഖങ്ങൾ, ഞരമ്പ് സംബന്ധമായ അസുഖങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾക്ക്, പ്രത്യേകിച്ച് ശിരോരോഗങ്ങൾ, ഇതൊക്കെ മാറുന്നതിന് വളരെ വിശേഷമാണ് ഇങ്ങനെ പകർത്തി എഴുതുന്നത്. അപ്പോൾ എത്ര പകർത്തി എഴുതാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം പകർത്തി എഴുതുക. പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ പകർത്തി എഴുതണ്ട, നമ്മൾ നാമം ചൊല്ലിയാൽ മതി. എന്നിട്ട് ഈ ബുക്ക് നമുക്ക് എന്ത് ചെയ്യുക, എത്ര തവണ എഴുതിയിട്ടുണ്ടോ അത്രയും ആ ബുക്കുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഗുരുവായൂരൊക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ കൊണ്ടുവന്ന കുടിമരത്തിൻ്റെ ചോട്ടിൽ നമുക്ക് സമർപ്പിക്കാം. അവിടുത്തെ ആവശ്യത്തിലേക്ക് അവിടെ ആ പേപ്പറുകളൊക്കെ അവിടുത്തെ ആവശ്യത്തിലേക്ക് എടുത്തോളൂ. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം അങ്ങനെ നമുക്ക് നാമം എഴുതി വെക്കാം. ഇനി ഗുരുവായൂർ പോകാൻ പറ്റുന്നില്ലെങ്കിൽ പോലും നമ്മുടെ വീട്ടിൽ തന്നെ നമുക്കത് പകർത്തി എഴുതിയത് സൂക്ഷിച്ചു വെക്കാം. അത് വളരെ വിശേഷമാണ് പകർത്തി എഴുതുക എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് ഹൃദിസ്ഥമാവുകയും ചെയ്യും. നമുക്ക് രോഗങ്ങളൊക്കെ ഭയങ്കരമായ രീതിയിൽ വ്യത്യാസം ഉണ്ടാവും ഇങ്ങനെ പകർത്തി എഴുതുമ്പോൾ. അതുപോലെ നാമം ചെല്ലാൻ പറ്റുന്നവർ നാമം ചെല്ലുക. അപ്പോൾ പൂജാ മുഹൂർത്തം ഞാൻ ഉടനെ തന്നെ വീഡിയോ ഇടാം. ആ സമയത്ത് പ്രാർത്ഥിക്കാൻ പറ്റുന്നെങ്കിൽ പ്രാർത്ഥിക്കുക.
വിളക്ക് കത്തിച്ച് ജപിക്കാൻ പറ്റുന്നവരാണെങ്കിൽ നിർബന്ധമായും ജപിക്കുക ഈ സമയത്ത്. അതല്ല ഓഫീസിലാണെങ്കിൽ ആ സമയത്ത് പരമാവധി സമയം ജപിക്കുക, അതാണ് ചെയ്യേണ്ടത്. അതുപോലെ ഈ വൈശാഖ മാസം മുഴുവൻ, പ്രത്യേകിച്ച് അക്ഷയ തൃതീയ ദിനത്തിലൊക്കെ നമ്മൾ വെജിറ്റേറിയൻ ആയിട്ടിരിക്കാൻ പറ്റുന്നെങ്കിൽ അത് വളരെ വിശേഷമാണ്. കാരണം മഹാലക്ഷ്മിക്കൊക്കെ വളരെ വിശേഷപ്പെട്ട ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചെയ്യുക. അതുപോലെ തന്നെ ദാനം ചെയ്യാൻ പറ്റുന്നവർ ദാനം ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഭഗവാന് നൈവേദ്യം വെക്കാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തു എന്ന് പറഞ്ഞാൽ ബോളി നൈവേദ്യം വെക്കുന്നതിന് വളരെ വിശേഷമാണ്. ലഡ്ഡു നൈവേദ്യമായിട്ട് വെക്കുന്നത്, അതായത് മഞ്ഞ കളറിലുള്ള നൈവേദ്യങ്ങൾ ഭഗവാന് സമർപ്പിക്കുന്നത് വളരെ വിശേഷമാണ്. അപ്പോൾ അത് സമർപ്പിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, പൂജ ചെയ്യാം. നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മഞ്ഞപ്പൂക്കൾ കൊണ്ട് ഭഗവാന് മാല കെട്ടിയിടാം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. പുരുഷ സൂക്താർച്ചന ക്ഷേത്രത്തിൽ നടത്തുന്നത്, അതായത് വിഷ്ണു ക്ഷേത്രത്തിൽ പുരുഷ സൂക്താർച്ചന നടത്തുന്നത് വളരെ വിശേഷമാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക, എല്ലാവരും പ്രാർത്ഥിക്കുക. എല്ലാവിധ ഐശ്വര്യങ്ങളും ഭഗവാൻ നമുക്ക് എല്ലാവർക്കും തരണം, ഈ ലോകത്തിന് തരണം. ഇന്നത്തെ ഈ ലോകത്തുണ്ടായിരിക്കുന്ന ദുരിതങ്ങൾക്കൊക്കെ ഒരു വ്യത്യാസമുണ്ടാകണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക. പരമാവധി സമയം വൈശാഖ മാസത്തിൽ എത്ര തവണ നാമം ജപിക്കാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം തവണ നാമം ജപിക്കുക. ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക. ഇനി ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നില്ലെങ്കിൽ വീട്ടിൽ വിളക്ക് കത്തിച്ചെങ്കിലും നാമം ചൊല്ലാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.